എന്നെ കുറേ പേര് അറിയാം. ഞാനിപ്പോൾ ചെറുതായിട്ട് എയറിലാണ്. ഇപ്പോൾ എയറൊന്ന് മാറി സ്പേസിലേക്ക് ആവുന്നുണ്ട്. എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശ. അഞ്ജു പിള്ളയോടാണ് എന്റെ ചോദ്യം. ആകെ ഒരു മകളേ ഉള്ളൂ, നിനക്ക് അതിന് ഇത്തിരി മര്യാദ പറഞ്ഞു കൊടുത്തൂടെ? ഇതിനിങ്ങനെ കയറൂരി വിട്ടിരിക്കുവാണോ? കർത്താവിന്റെ നാമത്തിൽ ബാക്കി പറയരുത്. സത്യാവസ്ഥ പറയട്ടെ. ഇതിന്റെ സത്യാവസ്ഥ ഞാൻ പറയണമെന്ന് വെച്ചാൽ പറയാം. സത്യാവസ്ഥ പറയാം. കുറച്ച് ദിവസം മുമ്പ് മെന്റലി, പേഴ്സണൽ ലൈഫിൽ കുറച്ച് മെന്റൽ അല്ല, പേഴ്സണൽ ലൈഫിൽ കുറച്ച് തകരാറ്. ഒക്കെ ഒരു ജാതി അലവലാദികളാണ്, നീ അത് കാര്യാക്കണ്ട. അഞ്ജു പിള്ളയുടെ മകളായിട്ടുള്ള ദയാ സുജിത്ത് കുറച്ചു കാലം മുമ്പ് ഈ പറഞ്ഞ ദയാ സുജിത്ത് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഫോട്ടോ സൈഡിൽ കൊടുക്കാം. പുള്ളിക്കാരൻ എന്തോ മോഡലിംഗിന്റെ ഭാഗമായിട്ട് ഇത് മുഴുവൻ തുണി കൊടുത്ത ഫോട്ടോകളാണല്ലോ മക്കളെ. വെരി മച്ച് നമ്മളെന്തോ ഇത് എന്തത് എന്തത് ഈ മറ്റേ ചട്ടുകത്തില് എണ്ണയിൽ കടുകിടുമ്പോ പൊട്ടൂലേ, അതിന്റെ കൂടെ വെള്ളവും കൂടെ ഇട്ട് കൊടുക്ക്. നമ്മള് കഞ്ഞികളാണെന്നാണോ പറഞ്ഞതിന്റെ സൂചന? ആണോ? ബാക്കി പറഞ്ഞാൽ അച്ഛനും ഇത് കാണണം മോളെ. അച്ഛന്റെ മുമ്പിൽ പോയി തുണിയില്ലാണ്ട് നിന്ന് കാണിച്ചോറി. അച്ഛൻ കാണട്ടെ മകൾക്ക് ഇങ്ങനെ ചാമാനം ഉണ്ടെന്ന്. നാട്ടിലുള്ള ആണുങ്ങളെ വലിപ്പിക്കാതെ നീ അച്ഛനെ കാണിച്ചോറി. ഞാൻ അവന്റെ മോന്ത കിട്ടുന്ന കൊടുത്തു വരട്ടെ. എന്തരാണെന്ന് അറിഞ്ഞൂടാ, മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി തള്ളി കയറി വരും. എന്റെ അമ്മയുടെ അച്ഛന്റെ പേരുണ്ടായിരുന്നു. നമുക്ക് ഇഗ്നോർ അടിക്കാം. വിക്രമൻ ചേട്ടാ, യു ആർ ഗ്രേറ്റ്. നീ വെറും വേസ്റ്റ്. അങ്ങനെ പറ. I don't want to waste my energy on someone like this. I would use my energy to keep these flowers alive. This makes more sense. He is brilliant. കണ്ടു പഠിക്കണോ. I'm not calling that a human. That is something else. അത് വേറെ എന്തോ ജീവിയാണ്. നിന്റെ തള്ളക്കാൻ വിളിക്കാത്തതേ നിനക്ക് തന്തയില്ലാത്തോണ്ടാ കേട്ടോടാ. A lot of other women has been also affected by this. എന്റെ കാര്യം കൊണ്ടല്ല, അവർക്ക് ഇതുപോലെ പണിത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സാധനം. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി. അത് നല്ല അടികൊള്ളാത്തതിന്റെ. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ആണുങ്ങൾ വന്നിട്ട് ചിലർക്ക് ഇവരുടെ ഫോറാണ്, ചിലർ എന്റെ അഗേൻസ്റ്റ് ആണ്. ഈ നാട് നന്നാവില്ല, ഒരു കാലത്ത് നന്നാവില്ല. സോഷ്യലിസം വരും, കമ്മ്യൂണിസ്റ്റ് വന്നാലും കോൺഗ്രസ് വന്നാലും സോഷ്യലിസം നമുക്ക് വിധിച്ചിട്ടില്ല. Completely fine to have their opinion, but certain things and ways are not accepted. Not accepted. മറ്റൊരു സത്യം കൂടി വെളിപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? സാഹചര്യങ്ങൾ. The best part is that the love I'm getting from people. കുറെ പേര് ഇത് കണ്ട് എന്നെ അറിയുന്നവരുണ്ട്. അപ്പം ഇത് ഞാൻ കണ്ടായിരുന്നു, പക്ഷെ മോളെ നീ അടിപൊളിയാ എന്ന് പറഞ്ഞ് കുറെ ലവ് കിട്ടുന്നുണ്ട്. അയ്യോ, അവന് കിട്ടിയതൊന്നും പോരാ. പണ്ട് ഇതുപോലെ തല്ലുകൊണ്ട് ചാവക്കാട് ആശുപത്രി ചോരതൂറി കിടന്ന പോലെ കിടന്നാലേ അവന് സമാധാനമാകും. ഇതൊക്കെ പൊട്ടെ. എനിക്ക് വേഴ്സ്റ്റ് പാർട്ടായിട്ട് തോന്നിയതാണ് 98% of the people are with her. Whatever she said is true. അങ്ങനെ തന്നെ നടക്കണം എന്ന് പറയുന്നവർ. ഞങ്ങളെ പോലുള്ള പാവങ്ങളുടെ മെക്കിട്ട് കയറുന്ന, ഞങ്ങളെ മാന്യമായി ജീവിക്കാൻ സമ്മതിക്കാത്ത ഇവനൊക്കെ MG റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് കുലിച്ചു നിർത്തി കൂമ്പിലിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായിൽ തിരികെ കത്തിച്ച് ചാമ്പലാക്കണം എന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം. എല്ലാം നമുക്ക് ശരിയാക്കാം, വെറുതെ നാറ്റിക്കരുത്. നാറട്ടടോ, ഇനി എന്തോന്ന് നാറാൻ. എനിക്ക് അതിൻ്റെതായ നിയമരീതി, നിയമത്തിന്റെ എനിക്ക് എന്തുവാ ഉണ്ട്. ഏത് എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ. കക്കുകയും കളവിന് കൂട്ടി നിൽക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ. പോലീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് വിചാരിച്ചിരിക്കുന്നത്? കന്നാസേ, ഒരു കാര്യം കന്നാസേ, തൽക്കാലം ഇത് മതി. ജീപ്പ് വെയിറ്റ് ചെയ്യുന്നു. അയ്യോ.